സിനിമയ്ക്ക് റെട്രോ എന്നല്ല പേരുണ്ടത്, പൂക്കി എന്നാണ്. സിനിമ ഫസ്റ്റ് ഹാഫ് മുഴുവൻ സെക്കൻഡ് ഹാഫ് പകുതിയോളം ഒരു പൂക്കിക്കൊണ്ട ടൈപ്പിലാണ് നമ്മുടെ സൂര്യണ്ണൻ പോണത്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഓക്കെ സൂര്യണ്ണൻ്റെ കംബാക്ക് കാണണം. കാർത്തിക് സുബരാജിൻ്റെ ഡയറക്ഷൻ ഇത് കാണാൻ വേണ്ടി പോയതാ. കാർത്തിക് സുബരാജ് സാറേ എന്തിനാ സാറിന് എത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെട്രോ എന്ന് പറയുന്ന ഫിലിമിൻ്റെ റിവ്യൂ ആണ്. ഇന്നലെ ഞാൻ പടം പോയി കണ്ടു. വെരി ഡിസപ്പോയിൻറ്റഡ് സത്യം പറയാലോ. കാർത്തിക് സുബരാജിൻ്റെ ഡയറക്ഷൻ, അതായത് അത്ര അടിപൊളി ഡയറക്ടറാണെങ്കിലും മഹാനൊക്കെ പിടിച്ചു വെച്ചങ്ങനെ അത് കാണാൻ ആ ലെവല് അത്ര അടിപൊളി ഡയറക്ടറാണ് നമ്മുടെ കാർത്തിക് സുബരാജ്. ആളുടെ ഡയറക്ടർ ബ്രില്യൻസ്, ആള് സൂര്യണ്ണനെ വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു സ്മാരക പടം ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ. കാരണം സൂര്യണ്ണൻ എന്ന് വെച്ചാൽ അത്ര അടിപൊളി ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യണ്ണൻ. നടിപ്പിൻ നായകൻ എന്ന് പറയുന്നത് സത്യമുള്ള നടിപ്പിൻ നായകൻ തന്നെയാണ്. പക്ഷേ വീണ്ടും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. ഈ പടത്തിലും സൂര്യണ്ണൻ്റെ കംബാക്ക് കാണാമെന്നും പറഞ്ഞ് ഞാൻ പോയതാ. അവിടെ പോയിട്ട് ഞാൻ അടക്കം തിയേറ്റർ ഉണ്ടായിരുന്ന എല്ലാവരും തിയേറ്റർ കഴിഞ്ഞിറങ്ങിയപ്പോൾ ചിലവർ പറഞ്ഞ് ഞാൻ കേട്ടു കങ്കവ് ഇതിൽ അടിപൊളിയാടാന്ന് പറയണ്ടായിരുന്നു. ചിലവർ തിയേറ്ററിൽ നിന്ന് തന്നെ പകുതിയൊക്കെ വെച്ച് ഇറങ്ങിപ്പോയി ഒരുപാട് പേര്. എന്തിനാണ് ഇത്? ഞാൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് ഹാഫിൽ പകുതിയോളം പോകണം. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് അണ്ണനൊരു പൂക്കി ഗുണ്ടായിട്ടാണ് പോണത്. പിന്നെ അതിൽ കുറച്ച് അവളെ മിസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതിൽ കുറച്ച് നല്ല എലമെന്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് വാരണമായിരത്തൊക്കെ ഡാൻസിൻ്റെ ഒരു ഇതൊക്കെ അപ്പോൾ എന്നെ തേടി വന്ന അഞ്ചല ആ പാട്ടിൻ്റെ സ്റ്റെപ്സ്, ആ പാട്ടില്ല അതിൻ്റെ സ്റ്റെപ്സ് അതൊക്കെ ഉണ്ടായി. അങ്ങനെ നല്ല രസമുണ്ടായി ഇതൊക്കെ. അതൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പടം വെറുതെ വലിച്ചു നീട്ടി. ആകെ ഒരു കുഞ്ഞി കഥയുള്ളൂ, ഇച്ചിരി കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ പണ്ടത്തൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ പേരൻസും നമ്മുടെ ഇവരൊക്കെ നമുക്കൊരു കഥകൾ പറഞ്ഞു തരില്ലേ. ഇങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. ആ നാട് എന്താണ് വില്ലന്മാരാൽ ഭരിക്കപ്പെടുകയായിരുന്നു ഭയങ്കര ഇതായിട്ട്. ആ ഭരിക്കപ്പെടുന്ന നാടിന് എന്താണ് ദൈവം ഒരു ഹോപ്പ് കൊടുത്തിരുന്നു. ഒരു നായകൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു കഥാനായകൻ വരും. അവൻ ഉറവെടുത്ത് വരും, ജീവനെടുത്ത് വരും എന്ന് പറയും. അപ്പോൾ അവനില്ലാണ്ടാക്കാൻ കുറേ പേര് കഷ്ടപ്പെടും. അങ്ങനെ പക്ഷേ എന്താണ് എന്നിട്ട് ഈ നായകൻ വരും അവരെ രക്ഷിക്കാൻ. ഇതാണ് കഥ. ഇതാണ് അതിൻ്റെ കഥ. ഈ ഒരു കഥയുള്ളൂ. ഇതനാവശ്യമായിട്ട് കാർത്തിക് സുബരാജിൻ്റെ ഡയറക്ഷനിൽ വന്നത് കൊണ്ട് വലിച്ചു നീട്ടി കുറേ പ്രിൻസ് കൊടുത്തിട്ടുണ്ട്. കുറേ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കുറേ സീനുകളിൽ വലിച്ചു നീട്ടിയിട്ട് കാർത്തിക് സുബരാജിൻ്റെ ഡയറക്ഷനിൽ വന്നുകൊണ്ട് അവിടെയും ഇവിടെയും ഹിൻസ് കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ കഥയിൽ കൊണ്ടുവന്നേക്കണം. പക്ഷെ ഇത് ആവശ്യമില്ല, ഈ കഥയിൽ അത് ആവശ്യമില്ല. പിന്നെ അണ്ണൻ്റെ ആക്ടിങ് ഒക്കെ ഒരേപോലെ തന്നെ രസമുണ്ട്. അത് മീൻസ് ആക്ടിങ് അതുപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇതില്ല, ഒരു കഥ, ഒരു സംഭവം ഇല്ല. നമുക്കിത് സിനിമ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് തോന്നിയില്ല. തിയേറ്റർ മസ്റ്റ് വാച്ചൊന്നും തോന്നിയില്ല. കാരണം നമ്മളവിടെ ഇരുന്നിങ്ങനെ നമ്മൾ വീർപ്പ് മുട്ടായിരുന്നു. ഞാനൊക്കെ അവിടെ നിന്ന് വീർപ്പ് മുട്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻ ആട്ടോ. ബാക്കിയുള്ളവർ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് പറയണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വീർപ്പ് മുട്ടായിരുന്നു. അങ്ങനെ പിന്നെ നടിയുടെ ഭാഗങ്ങളുണ്ട് ക്രിഞ്ചടാ. എനിക്ക് അവൻ അത്രയും വലിയ നാട് വിറപ്പിക്കണം, മാസ് പവർഫുൾ ഗുണ്ട്. പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ ക്രിഞ്ചി ചില സീനുകളുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടൊരു സീനുണ്ട്. ഇവൻ വില്ലന്മാർ അടിക്കാൻ വരുമ്പോൾ വില്ലന്മാരൊക്കെ അടിക്കാണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ വില്ലന്മാരെ അടിച്ചിട്ടിട്ട് വില്ലന്മാരെ നോക്കിക്കുക. അപ്പോൾ ഇവള് വന്നിട്ട് സങ്കടത്തിൽ നിന്നിട്ട് ഇവനിങ്ങനെ അടിച്ച് പറിച്ച് ഇവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഇവനെ അടിക്കാൻ നിൽക്കുന്ന ഗുണ്ടകൾ, ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിരിക്കും. എന്നിട്ട് അവരിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. എടാ ഗുണ്ടല്ലേടാ, ഒന്നുമില്ലല്ലോ, ഗുണ്ടയുടെ മാലേത് കാണിച്ചു വിടറാ. എന്തിനാടാ ഇത് സിനിമ നമുക്കൊന്നും കത്തൂല. പിന്നെ നമ്മുടെ ആക്ട് ചെയ്യുന്ന എല്ലാവരും രസം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജോർജ് ആണെങ്കിലും ജയറാം സാറാണെങ്കിലും അവരൊക്കെ ഇവിടെ പെർഫോം ചെയ്യണ പോലെ തന്നെ അത്ര നന്നായിട്ട് തന്നെ അവിടെ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഒരു ആഫ്രിക്കൻ ടീം പറഞ്ഞിട്ടുണ്ട്, തീരെ അഭിനയിക്കാറില്ല. അതായത് നമ്മൾ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് ചിരിക്കാൻ പറയുമ്പോൾ അവർ ചിരിക്കും, കരയാൻ പറയുമ്പോൾ കരയും, ഞെട്ടാൻ പറയുമ്പോൾ ഒരു ഞെട്ടും. ഇത് നമുക്ക് തോന്നും, കറക്റ്റ് അവിടെ തോന്നും. അതുകഴിഞ്ഞിട്ട് പിന്നെ മെയിൻ വില്ലൻ ഉണ്ട്, ഒരു നരുന്ന് പോലത്തെ സാധനം. ഇവനൊക്കെ ആരാടാ വില്ലനാക്കിയത്? ഇവനൊക്കെ അഭിനയിക്കാൻ അറിയോ? ഇവനൊക്കെ ആരാടാ വില്ലനാക്കിയത്? ഒരാവശ്യമില്ലാത്ത ആളുകാരൻ. സിനിമ അങ്ങനെ വെറുതെ പോയി. കുഴപ്പമില്ല, ഞാൻ ഇപ്പം എന്തായാലും പൈസ കൊടുത്ത് കണ്ടല്ലേ, അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ സിനിമ നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി കണ്ടതാണ്. പക്ഷേ കണ്ടപ്പോൾ ഇല്ല, ഇഷ്ടം പോയി. സത്യം പറയാല്ല. ഇങ്ങനെ നമ്മൾ സിനിമ വിചാരിക്കും ഇവിടെ തീർന്നു നിന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ കഴിയൂല. ഇതാ കാർത്തിക് സുബരാജ് തന്നെ തീരുമാനിക്കണം. ഇത്
തീർക്കണമെങ്കിൽ. കാരണം വീണ്ടും വീണ്ടും വലിച്ചു തരിക, കഴിയേണ്ട ഭാഗത്തൊന്നും തീർക്കാനുള്ള. ഫസ്റ്റ് ഹാഫ് ഉണ്ട് 1.5 മണിക്കൂറുണ്ട്, സെക്കൻഡ് ഹാഫ് ഉണ്ട് അതുപോലെ തന്നെ 1 മണിക്കൂർ. നല്ലോണം ഉണ്ട്, ലെങ്ത് ഉണ്ട് സിനിമ. നമ്മളിങ്ങനെ ഇരിക്കും, കുറേ കട്ട് ചെയ്യേണ്ട സീനുകളൊക്കെ ഉണ്ട് അതിൽ, അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ കളർ ഗ്രേഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രെയിം അങ്ങനെയൊക്കെ തന്നെ. സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പറയാം. കുഴപ്പമില്ല ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല, ഐ എം സോറി. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചോ, ആവശ്യം വരും. ബൈ ബൈ.